നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ അഡ്രസ്സിൽ ഗുണാനുഭവങ്ങൾ അനുഭവിച്ചവരും അവരുടെ സന്തതി പരമ്പരകളുമാണ് അധികവും ഇക്കാര്യമാറ്റം നടന്നത്. സാധാരണ പ്രവർത്തകന് ഇതിൽ യാതൊരു ഇതുമില്ല, അവന് നിരാശ മാത്രം. വിശ്വസിക്കാവുന്ന ലീഡർഷിപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചാൽ ഇപ്പോഴും ജനം നമുക്ക് വോട്ട് ചെയ്യും. കാരണം SFIക്കാരും ഫെഡറേഷൻകാരും ഗവർണറെ മേലിൽ മെക്കെട്ട് കയറ്റും കാര്യങ്ങൾ നിർത്ത് എന്ന് പറയാൻ തയ്യാറില്ല. അതിൻ്റെ അർത്ഥം ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ, അവർക്ക് പരിരക്ഷ കൊടുക്കല്ലേ. ഒരു മോറൽ വാല്യൂസ് നോക്കിയിട്ടല്ല, ഒക്കെ ലാഭജാതം നോക്കിയിട്ടുള്ള കച്ചവടമാണ്. എല്ലാവർക്കും സ്ഥാനം വേണം, കിട്ടിയവന് കൂടുതൽ വേണം, ഞാനല്ലാതെ വേറെ ആർക്കും പാടില്ല. എതിർക്കുന്നവർക്ക് തന്നെ മനസ്സിലറിയാം തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, പിന്നെ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യും. അതല്ലേ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കാണിച്ചത്. യഥാർത്ഥ മൂല്യമുള്ള ആളുകൾ വാശിക്ക് പോയെങ്കിലും മുഖറുപ്പിച്ചെങ്കിലും പിൽക്കാലത്ത് തെറ്റുതിരുത്തി വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഷാനിമോൾ ഉസ്മാനുമായിട്ടുള്ള അഭിമുഖത്തിൽ അവർ പറഞ്ഞൊരു അഭിപ്രായം, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, യൂത്ത് കോൺഗ്രസ്സായി, ഒരുപാട് അടിയും തല്ലും ഒരുപാട് വെയിലും മഴയും ഒക്കെ കൊണ്ട് ഒരുപാട് നടന്നും ഒക്കെയാണ് ഞങ്ങൾ ഈ നേതൃത്വത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇതിൽ പലരും ലാറ്ററൽ എൻട്രി ആയിട്ട് വന്നിട്ടുണ്ട് ആളുകൾ, അവരൊക്കെയാണ് പിന്നീട് പലതും വീതിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് അവരുടെ. അല്ല, അതൊക്കെ ശരിയാണെന്നേ. ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വീട്ടിലെ ഇപ്പോൾ ക്ഷമ ഇന്ന് പ്രതികരിച്ചിരിക്കുക അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഈ ആളുകൾക്ക് മോഹമെന്ന് നിർത്തി അവരിപ്പോ പറയണത് എന്നെ ആക്കായിരുന്നില്ലേ, കണ്ണൂർ സീറ്റ് എനിക്ക് തരാമായിരുന്നു, അവക്ക് സ്ത്രീകൾക്ക് അവഗണനയാണ്, കിട്ടാത്തവർ കൂടെ പറയാ. പിന്നെ ഓൾ ഇന്ത്യ ലെവലിലതാണല്ലോ. ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ അഡ്രസ്സിൽ ഗുണാനുഭവങ്ങൾ അനുഭവിച്ചവരും അവരുടെ സന്തതി പരമ്പരകളുമാണ് അധികവും ഇക്കാര്യമാറ്റം നടന്നത്. സാധാരണ പ്രവർത്തകന് ഇതിൽ യാതൊരു ഇതുമില്ല, അവന് നിരാശ മാത്രം. അല്ല, ഒന്നും പ്രതീക്ഷ അല്ലല്ലോ സാധാരണക്കാരായ അവന് വിഷമം. അവരുടെ ആകെ പ്രതീക്ഷ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നൊക്കെയാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വികാരങ്ങളൊന്നും മനസ്സിലാക്കാത്ത നേതാക്കന്മാരാണ്. നമുക്കിപ്പം ഈ സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു പരിമിതികൾ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കതിലൊന്നും നോട്ടില്ല. പക്ഷെ നമ്മൾ ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഒരു രംഗത്ത് മതം പോലെ വിശ്വസിച്ചൊരു പ്രസ്ഥാനത്തിന് ക്ഷതം പറ്റുമ്പോഴുള്ള മനോവേദന അതെല്ലാ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സ് വലിയ വിഷമമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ രക്തസാക്ഷികളോടുള്ള ബഹുമാനം വെച്ചിട്ട് അവർ നിലക്കൊണ്ട പ്രസ്ഥാനം തകരണല്ലോ എന്ന വിഷമം എനിക്കുണ്ട്. എനിക്ക് BJPയോടുള്ള കടുത്ത എതിർപ്പ് ആ ഫണ്ടമെൻ്റലിസമാണ്, മതവർഗീയ വാദം, മാർക്സിസ്റ്റ് പാർട്ടിയോട് അക്രമം. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം. ഗുണമുണ്ട്, ദോഷമുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, അതിലൊന്നും ഞാൻ ആക്ഷേപിക്കണില്ല. പക്ഷേ ഒരേ ഫ്ലാറ്റിൽ അടുത്ത മുറികളിൽ താമസിക്കുന്ന നായരും ഈഴുവനും ക്രിസ്ത്യാനിയും മുസ്ലിമും പരസ്പരം കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുക, സ്വന്തം വീട്ടിലെ ആങ്ങളെയും പെങ്ങളെയും വരെ വഴക്കടിപ്പിക്കുക, അങ്ങനെയുള്ളൊരു വിഭജന രാഷ്ട്രീയം എവിടെ കൊണ്ടെത്തിക്കും എന്ന വ്യാകുലതയാണ് എനിക്കുള്ളത്. ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. ഇപ്പം നമുക്കറിയാം, ഈ ഇതൊക്കെ പറയുമ്പോഴും ഏറെക്കുറെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് വലിയ സൗഹൃദമൊക്കെ പുലർത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ ഒരു 2 തവണ സ്പീക്കറായാണ്. സ്വാഭാവികമായിട്ടും നിയമസഭയിലും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോഴൊക്കെ പിന്നെ എന്തായാലും നേതാക്കന്മാർ തമ്മിൽ ഒരു ഹാർമണിയൊക്കെ നിലനിന്നിരുന്നു.
ഇപ്പൊ അതിനൊക്കെ ശരിക്കും പറഞ്ഞ് ഇടിച്ച തട്ടിയിരിക്കുന്നു, മൂല്യച്യുതി വന്നിരിക്കുന്നു, പലതരത്തിലുള്ള പിന്നെ അനൈക്യങ്ങൾ വന്നു. കാരണം എന്താ വെച്ചാല് മറ്റതില് ഈ ഒരു സ്പീക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പീക്കർ റഫറി ആണല്ലോ. അതെ അതെ. അപ്പോൾ റഫറി പറഞ്ഞാൽ കേൾക്കാൻ കളിക്കുന്നവർ തയ്യാറില്ലെങ്കിൽ എന്താ ചെയ്യുക? ഒന്നുകിൽ ഇറങ്ങി കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ കളി മതിയാക്കേണ്ടി വരും. ഇറങ്ങി കളിച്ചാൽ സ്പീക്കർക്ക് പരിക്ക് വരും. അതാണല്ലോ ഇവിടെ കണ്ടത്. അതെ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായ മൂല്യങ്ങളോട് ഒരു ബഹുമാനമില്ല, പരസ്പര ബഹുമാനമില്ല. അങ്ങനെയായി മാറി. ബന്ധപ്പെട്ട് നമ്മൾ കുറ്റം പറഞ്ഞതിൽ അർത്ഥമുണ്ട്. കാരണം ഇപ്പം ചാനൽ വെച്ചാൽ എന്താക്കാണ്, ഇപ്പം ഞാൻ ദൃക്സാക്ഷിയാണ്, അവിടെ നടന്ന സംഭവം. അതൊന്നും ഇല്ലയെന്ന് ലോകം മുഴുവൻ അറിയാൻ കണ്ടത് ഇപ്പം ഇല്ല എന്ന് പറയാം. പരസ്പരം കേസ്, വഴക്ക്. അപ്പം പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു മാന്യത, സമരം, മറ്റത് മറിച്ചത്, പിപ്പിളി കാണിക്കൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അതല്ലോ. ഇവിടെ ഇപ്പോൾ അവിടെ ഇടിയെ കാണിച്ച് ചെയ്യണ അതേ പരിപാടിൻ്റെ ഇവിടെയും തല്ലല്ലേ. ഒരു ഭാഗത്ത് കേസ്, ഒരു ഭാഗത്ത് അവരുടെ വോളണ്ടിയർമാർ പട്ടിട്ട് തകടമാരി തല്ലുക. അല്ല, അതന്നെ ഈ നമുക്കറിയാം KM മാണി അവസാന ഘട്ടത്തിൽ സ്പീക്കർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ സ്പീക്കർ തടയരുത് എന്ന് പറയുകയും സ്പീക്കർക്ക് വലയം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് പ്രതിപക്ഷ കക്ഷികൾ, അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ, ഇന്നത്തെ മന്ത്രിമാരൊക്കെയാണ് അവർ സ്പീക്കറുടെ ഡയസിൽ കയറി എല്ലാം അടിച്ചു പൊളിക്കുന്ന ഒരു സിസ്റ്റം കണ്ടതല്ലേ. അതെ, ഈ സിസ്റ്റം എല്ലാ ആളുകളും കണ്ടു, എല്ലാ രീതിയിലും അടിച്ചു പൊളിക്കും. ഇപ്പം സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭയുടെ യഥാർത്ഥത്തിലുള്ള ബഹുമാനപ്പെട്ട ചെയറാണ്. അപ്പൊ ആ ചെയറിനോട് പോലും അനീതി കാണിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതേ, ഒരു ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഒരു ബഹുമാനം വേണ്ടേ? പിന്നെ രാഷ്ട്രീയത്തിന് ഇപ്പൊ വിലപേശലിൽ ആ മാണിയുടെ മകൻ തന്നെ അതെ, അന്ന് അത് വളരെ ഒരുപാട് ദൂരം കഴിഞ്ഞല്ല, ഇതൊന്നും മറക്കാനുള്ള സമയമായിട്ടില്ല. എന്താ ചെയ്യാ, എന്താ പറയാ, നാടിന്റെ ഒരു പോക്ക് എന്നല്ല. അപ്പൊ ഈ ജനാധിപത്യം എന്ന് പറയുന്നതും രാഷ്ട്രീയത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച, വിചാരിച്ച, വിശ്വസിച്ച ആ ജനാധിപത്യ സങ്കല്പങ്ങളൊക്കെ പോയില്ലേ എന്ന വിഷമം നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു ആകെ ഡെസ്പൈറ്റ് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ വളരെയധികം ബാധിച്ചിരിക്കുക. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല നടക്കണേ, ഒക്കെ അൺഹെൽത്തി പ്രാക്ടീസസാണ്. ഒരു മോറൽ വാല്യൂസ് നോക്കിയിട്ടല്ല, ഒക്കെ ലാഭചേതം നോക്കിയിട്ടുള്ള കച്ചവടമാണ്. എല്ലാവർക്കും സ്ഥാനം വേണം, കിട്ടിയവന് കൂടുതൽ വേണം, ഞാനല്ലാതെ വേറെ ആർക്കും പാടില്ല. അങ്ങനെ ആയിപ്പോയി. ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പം ഈ നമ്മൾ കർണാടകയിലേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണത്തിന് വിധേയമായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സമയത്താണ് ഇതേ ജില്ലയിൽ തന്നെയുള്ള ഈശ്വരവാരുടെ മകൻ രാജനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. ആ കേസിൽ സംഭവിച്ചെന്താണ്. അതിനുശേഷം പിന്നെ പാമോയിൽ കേസ് വരുന്നു, മറ്റേ ഈ മാലി വനിതകളുടെ വിഷയം വരുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളിലൂടെ കരുണാകരൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മിനിസ്റ്ററാണ് ഇപ്പം നിലനിൽക്കുന്നത്. നല്ലൊരു കാര്യമുള്ളൂ. കെ കരുണാകരനായാലും കെ നായനായാലും EMS ആയാലും ഏതെല്ലാം അവർ ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും എന്തെല്ലാം ആരോപണവും ആക്ഷേപവും അവരെ പറ്റി വന്നാലും അവരെ ജനം ഇന്നും പാർട്ടിക്ക് അതീതമായി ബഹുമാനിക്കുന്നു. കാരണം അവരത്രയും കഷ്ടപ്പാടനുഭവിച്ച് അവർ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയവരാ. അതെ അതെ. അതുകൊണ്ട് ഈ കോൺഗ്രസ് വിരുദ്ധരടക്കം കരുണാകരൻ എന്ന വ്യക്തിയെ സ്വകാര്യ സംഭാഷണത്തിൽ നല്ലതേ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത്. ഇപ്പം കെ നായനാർ പോലും കരുണാകരൻ അംഗീകരിച്ചു. കെ നായനാർ എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും ആസ് എ മാൻ ഒരേ ആദരിക്കുന്നു. അപ്പോൾ പഴയ നേതാക്കൾക്ക് അങ്ങനെ ഗുണമുണ്ട്. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഒരു അല്ല, കാലം മാറുമ്പോൾ അതനുസരിച്ചിട്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സോളാർ കേസ് പോലുള്ള കേസുകളിലൊക്കെ യഥാർത്ഥ ഉമ്മൻചാണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഈ ഉമ്മൻചാണ്ടിയൊക്കെ നിരന്തരമായി വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും
അത് VS അച്യുതാനന്ദനായാലും ശരി, പിണറായി വിജയനായാലും ശരി, മറ്റു പല CPM പല നേതാക്കന്മാരും അദ്ദേഹത്തെ വ്യക്തിപരമായി വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം തെറ്റായിരുന്നു. അല്ല, അതാണ് നേരൊക്കെ അതുകൊണ്ടാണ് പറയണേ, ഈ എതിർക്കുന്നവർക്ക് തന്നെ മനസ്സിലറിയാം തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, പിന്നെ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. അതല്ലേ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കാണിച്ചത്. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്ത് ചെയ്താലും അതിനെ യെസ് പറയാൻ കുറേ ആളുണ്ടായാൽ രാജ്യത്ത് എന്തും നടക്കും. എതിർപ്പ് പറയുന്നതിനെ മുഴുവൻ അടിച്ചും എതിർത്തും അയ്യടിക്കാന്നല്ലാണ്ട് എന്താ അർത്ഥമുണ്ട്? ഇപ്പം കഴിഞ്ഞ നിയമസഭ, അതായത് പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ആളാണ് ശ്രീരാമകൃഷ്ണൻ. അദ്ദേഹം സ്പീക്കറായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. സാറ് സ്പീക്കറായി ഇരുന്നു, ആ ചെയറിൽ ഇരുന്നുകൊണ്ട് പക്ഷെ നമുക്കതൊന്നും പറയാം, അല്ല വ്യക്തിപരമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പൊതുവെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും ശരിയാണെന്ന് തെറ്റ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ബ്രിഗേഡ് ഉണ്ടെങ്കിൽ അതിന് സോഷ്യൽ മീഡിയയും മറ്റും സംഘടിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇവരെ ചാക്കിടാൻ വേണ്ട പ്രലോഭനങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആരും മാന്യനാവും, മാന്യന്മാരും ഒന്നും അല്ലാതെയാവും. ചെയ്യണം, അതാണ് സ്ഥിതി. ഇപ്പോൾ EP ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഇനിയും കുറേ ആളുകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നു. BJPയും കോൺഗ്രസും തമ്മിലല്ല മത്സരം, BJPയും ഞങ്ങളും തമ്മിലാണ് മത്സരം. അതിലൊരു കാര്യമുള്ളൂ. ഇപ്പം ജയരാജൻ്റെ ഈ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറിയ ഇവരുടെ പിൻഗാമികളല്ലേ ഇവര്. അവർക്കിത് പറയാൻ എന്താ അധികാരം? അവരും അതല്ലേ. അപ്പം അത് ഒരു പ്രക്രിയയാണ്. കാലാകാലങ്ങളിൽ പല പാർട്ടിയിൽ നിന്നും പോകുന്ന, അല്ലെങ്കിൽ ഇത്ര പാർട്ടി ഉണ്ടാവും ഇന്ത്യയിൽ, കുറച്ച് പാർട്ടികളുണ്ടാവുള്ളൂ, പ്രാദേശികമായി പാർട്ടികൾ ഉണ്ടാവും. പിന്നെ ആരൊക്കെ പോകുന്നു ചോദിച്ചാൽ ഇപ്പം നമുക്ക് ആരെങ്കിലും പിടിച്ചെടുത്താൻ പറ്റും? ഒന്നും പറ്റില്ല. ആരെയും പിടിച്ചെടുത്താൻ പറ്റും. ലീഡർ K കരുണാകരനും ഈ പറയുന്ന മുരളീധരനും ഒക്കെ കോൺഗ്രസ് പുറത്തു പോയിട്ടുണ്ട്. എല്ലാവർക്കും അത് തന്നെ പിടിച്ച. പക്ഷേ കരുണാകരൻ കോൺഗ്രസ് പുറത്തു പോയിട്ട് ഉറക്കം വന്നിട്ടില്ല. ഇല്ല, തിരിച്ചു വന്നതിന് ശേഷം അവസാനം അങ്ങൂര് പറഞ്ഞു എനിക്ക് ത്രിവർണ്ണ പതാകയിൽ പുറപ്പിക്കണമെന്ന്. ഇല്ലേ? AK ആന്റണി പോയി, അവസാനം സാറ്റിസ്ഫൈഡ് അല്ല, പെട്ടെന്ന് തിരിച്ചു വന്നു. യഥാർത്ഥ മൂല്യമുള്ള ആളുകൾ വാശിക്ക് പോയെങ്കിലും മുഖർ ഉറപ്പിച്ചെങ്കിലും പിൽക്കാലത്ത് തെറ്റുതിരുത്തി വന്നിട്ടുണ്ട്. ഇത് തകർത്തേ അടങ്ങൂ എന്നതിലേക്ക് കുറേ ആൾ വന്നാൽ അത് അവരുടെ ലാഭം നല്ലാണ്ട് വേറെ എന്താ നമ്മളതിനെ പറ്റി പറയാം. ഇതിൽ വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിക്കുകയും ഇവർ വിശ്വസിക്കുകയും ചെയ്ത അതായത് താഴേക്കടയുള്ള പൊതുപ്രവർത്തകരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അല്ലാതെ ഇത് കോൺഗ്രസിൽ മാത്രമല്ല, എല്ലാത്തിലുണ്ട്, എല്ലാറ്റിലും. ഞാൻ പറയുന്നത് ഇന്നലെ വരെ BJPയെ പറ്റി തെറി പറഞ്ഞവരും മാർക്സിസ്റ്റ് പാർട്ടി എതിർത്തവരുമായിട്ടുള്ള കോൺഗ്രസ്സുകാരെ ഇവരും ഒരു സുപ്രഭാതത്തിൽ മാർഗം കൂട്ടി അവരുടെ കൂടെപ്പെടുത്തി പദവികൾ കൊടുത്താൽ അവിടുത്തെ പാവപ്പെട്ടവരെന്ത് വിചാരിക്കും? അല്ല, അത് വിഷയമാണ്. ഇപ്പം നമുക്കറിയാം ഈ ഞാൻ ചോദിച്ചേ, അതല്ലേ ഇവിടുന്ന് മാറിയ ഉടനെ സ്ഥാനം? അല്ല, അത് ഒരു ടേം മുന്നേ ഇവിടുത്തെ MP ആയിരുന്നത് PC ചാക്കോയാണ്. PC ചാക്കോന് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡൽഹിയിൽ ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടുന്ന് മാറി ചാലക്കുടിയിൽ പോകുന്നു, ധനപാലിനെ തിരിച്ചിവിടെ വന്നു. യഥാർത്ഥത്തിൽ 2 സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹം പിന്നീട് പാർട്ടി വിട്ടു പോവുകയും NCP ചേരുകയും NCPന്റെ ഇപ്പോൾ ഭരണപക്ഷത്തിലുള്ള വലിയ നേതാവായി മാറി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കേരളത്തിൽ. യഥാർത്ഥത്തിൽ ചാക്കോ എന്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ കാരണം? അവർക്ക് ഒരു ഭയം തോന്നി. ഭയം തോന്നണമെങ്കിൽ അദ്ദേഹം എന്തോ കുഴപ്പമില്ല. ഞാൻ ഒരുമിച്ചെന്നാണ് ഞാനെന്ന് പറഞ്ഞാൽ പോണ്ടെന്ന്. വാസ്തവത്തിൽ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊരു സംശയം ആരോ സമുദായങ്ങൾ വേണ്ട വിധം സഹായിക്കില്ല എന്നൊരു തോന്നൽ വന്നു. അതാ കുറച്ചും കൂടി ബെറ്റർ പ്ലേസ് എന്ന് തോന്നി. അങ്ങോർക്ക് തീരെ താല്പര്യമില്ല. അങ്ങോര് കരഞ്ഞു വന്നു. ഇവിടെ വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ പണിയായി, കിടപ്പായി. അവസാനം പിന്നെ അങ്ങോർക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇന്നസെന്റ് ഇപ്പം എന്താ കാര്യമുള്ളൂ? ഇന്നസെന്റിനെ ചെറിയ കാൻഡിഡേറ്റ് ആയിട്ട് കണ്ടു.
നമ്മുടെ ഭാഷ അതുപോലെ ചെറിയ കണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. നിസ്സാരമായിട്ട് കണ്ടു. നമ്മളിപ്പോൾ ആരെയും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഈ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ വലിയ ഇലക്ഷൻ്റെ ഏതാണ്ട് ഒരു 2-3 മാസം മുന്നേ അല്ലെ 2 മാസം മുന്നേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു കോൺഗ്രസിലുണ്ടായിരുന്ന ഗ്രൂപ്പിസത്തെക്കുറിച്ചാണ്. ഇപ്പം മുൻ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, തൃശ്ശൂർക്കാരൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സിൽ നേരത്തെ 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 5-6 ഗ്രൂപ്പ് ഉണ്ടെന്ന്, ഉപഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ ഇത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി എല്ലാ നേതാക്കന്മാരും തയ്യാറായെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വലിയ വിജയം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പം കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള CPM നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും 2 വർഷം കൂടി മാറ്റുള്ളൂ. ഈ ഇലക്ഷനിൽ നടക്കുന്ന പെർഫോമൻസ് അടുത്ത നിയമസഭാ ഇലക്ഷനിലെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ്. എന്തായിരിക്കും ഒരു കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഈ വർഷത്തെ പെർഫോമൻസ്, ഈ ഇലക്ഷനിലെ പെർഫോമൻസ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് നേതൃതലത്തിൽ ഒരേ സ്വരത്തിൽ ഒരുമിച്ച് ആലോചിച്ച് ദൃഢമായ തീരുമാനമെടുത്ത് പ്രവർത്തകർക്ക് ആ മെസ്സേജ് കൊടുത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയൂ. ജനങ്ങൾ ഇന്നും കോൺഗ്രസിനെ സഹായിക്കാൻ തയ്യാറാണ്. ആകെ അവസരം ഉണ്ടാക്കാത്തത് നമ്മളാണ്. അല്ല, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അത് കോൺഗ്രസ് ഇപ്പോഴും ജനങ്ങൾ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും. കാരണം BJP ദേശീയ തലത്തിൽ എതിർക്കാൻ വേറൊരു പാർട്ടിയില്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എത്ര വിപ്ലവീര്യം പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രവർത്തകരുണ്ടില്ലെന്നൊന്നും പറയണില്ല. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോഴും ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ് തകർന്നാൽ ഡെമോക്രസി തകർന്നു. അപ്പോൾ കേരളത്തിലെ പോളിറ്റിക്സ് മാത്രം കണ്ട് പരസ്പരം പോരടിച്ചാൽ അപകടമാണ്. വെസ്റ്റ് ബംഗാളിൽ കണ്ടു. അതുകൊണ്ട് അതിനാണ് ഇന്ത്യ മുന്നണി എന്ന പരീക്ഷണം. അവിടെയും ഇപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഓരോ നേതാക്കൾക്കും അവനവൻ്റെ സംസ്ഥാനത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടക്കം പിണറായി വിജയനാണ് കൺട്രോൾ ചെയ്യണേ. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ വിഭവവും സ്വാധീനവും അംഗസംഖ്യയും അവരായതുകൊണ്ട് കേരളത്തിൽ അവരുടെ ഭരണം നിലനിർത്താവുന്ന സംവിധാനത്തെക്കുറിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനമെടുക്കുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒറീസ അവരവിടെ മാത്രം, ബീഹാർ അവിടെ മാത്രം, ഈ വെസ്റ്റ് ബംഗാൾ അവരെ മാത്രം. അപ്പോൾ ഓരോ പ്രദേശവും അവരുടെ തുരുത്തുകളായിട്ട് മാറ്റി. അവർക്ക് അവരുടെ ഭരണം അവിടെ വേണമെന്നല്ലാതെ ഓൾ ഇന്ത്യ ലെവലിൽ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഏതെങ്കിലും ലക്കിടിപ്പിൽ പ്രധാനമന്ത്രിയാവാൻ പറ്റിയാൽ കൊള്ളാമെന്ന് മാത്രം. പക്ഷെ കോൺഗ്രസ് അതല്ലല്ലോ. കോൺഗ്രസ് ഓൾ ഇന്ത്യ ലെവലില്ല. പക്ഷേ ഇവർ പങ്കിട്ടെടുത്താൽ പിന്നെ കോൺഗ്രസിന് സ്പേസ് ഇല്ല. പക്ഷേ ഇപ്പം നോക്കൂ, നമുക്കറിയാം തെലങ്കാനയിൽ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് ഭരണം പിടിച്ചു. അതാണെന്നേ, വിശ്വസിക്കാവുന്ന ലീഡർഷിപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചാൽ ഇപ്പോഴും ജനം നമുക്ക് വോട്ട് ചെയ്യും. കാരണം നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ ഇന്ത്യയെപ്പോലെ രാജ്യം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. അത് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കർണാടകത്തിൽ നമുക്കറിയാം BJPൻ്റെ എല്ലാ തരത്തിലുള്ള ഈ ചാക്കിട്ട് പിടുത്തവും കുതിര കച്ചവടവും ഒക്കെ നടത്തി ഭരണം പിടിച്ച സ്ഥലമാണ്. പക്ഷെ അവിടെ വീണ്ടും ഒരു ഇലക്ഷൻ വന്നപ്പോൾ BJPയും അല്ലെങ്കിൽ അവരുടെ സഖ്യശക്തികളൊക്കെ പുറകോട്ട് കൊണ്ടി വന്നു. പക്ഷെ അവിടെ ഒരു സംഭവമുണ്ട്, DK ശിവകുമാറുണ്ട്, സിദ്ധരാമയ്യ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ ഇപ്പോൾ 8 വർഷമായിട്ട് ഭരണത്തിലില്ലായിരുന്നിട്ടും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ കാണുന്നില്ല? ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അല്ല, ഞാനെന്താ അഭിപ്രായം പറയാം? ഞാനൊക്കെ യോജിച്ച് ഒരു വേദി ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. പക്ഷെ അത് പറയാനല്ലേ ഇത് പറ്റുള്ളൂ.
ഇപ്പോൾ സ്പീക്കർ എന്ന നിലയിൽ ഒരുപാട് നിയമസഭയിൽ ഒരുപാട് പ്രസംഗങ്ങളും പലരുടെ വെളിപ്പെടുത്തലുകളും പല മുഖ്യമന്ത്രിമാരുടെ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നാണ് പല പ്രസംഗങ്ങളുണ്ടായത്. ഈ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ വളരെ വസ്തുതാപരമല്ലാത്ത ഒരു വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തൽ ഒരു പ്രസംഗം നടത്തി. യഥാർത്ഥത്തിൽ ഈ നിയമസഭയെ അല്ലെങ്കിൽ നിയമസഭയിൽ കളവ് പറയുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള കളവ് പറയലാണ് നിയമസഭ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് സ്പീക്കർ പോലും അതിൽ ആ സമയത്ത് മാത്യുക്കുഴ നാടൻ പിന്നീട് പ്രസംഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ല രീതിയിൽ അത് മൈക്ക് ഓഫ് ഒക്കെ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ട്. അതൊക്കെ ഞാൻ പറയാലോ, ഈ ശൈലി ഒരു നിങ്ങൾ നിഷ്പക്ഷനായാൽ മാത്രം പോരാ, നിഷ്പക്ഷരാണെന്ന് വളരെ ബോധ്യപ്പെടുത്തണം. അത് പൊതുസമൂഹത്തെയും ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടാവുന്ന പ്രവർത്തനമാണ് നിയമസഭ സ്പീക്കറുടെ ഇന്ന് വേണ്ടത്. മുഖ്യമന്ത്രിക്കും വേണ്ടത് അതാണ്. പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രി, പക്ഷെ മുഖ്യമന്ത്രി ആയാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. സ്പീക്കർ അങ്ങനെ ആവണ്ടേ? വേണം. ഇപ്പോൾ വെറ്റിനറി കോളേജിൽ ഒരു പയ്യനെ ഹീനമായി പ്രവർത്തിച്ചിട്ട് അതിനെ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. SFIക്കാരും ഫെഡറേഷൻകാരും ഗവർണറെ മേലിൽ മെക്കെട്ട് കയറ്റും കാര്യങ്ങൾ നിർത്ത് എന്ന് പറയാൻ തയ്യാറില്ല. അതിൻ്റെ അർത്ഥം ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ, അവർക്ക് പരിരക്ഷ കൊടുക്കല്ലേ. ഇപ്പോൾ ഇലക്ഷൻ എടുത്തു, ജനവികാരം വന്നു, ഉടനെ CBIക്ക് വിടുന്നു. അപ്പോൾ ഇതൊക്കെ സർക്കാർ സ്പോൺസേഡ് വയലൻസാണ്, ക്രിമിനലിസമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം ഈ കെ കരുണാകരൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് രാജൻ കൊല്ലപ്പെടുന്നത്. ഏതാണ്ട് അതിനേക്കാൾ എത്രയോ വലിയ ക്രൂരമായൊരു കൊലയാണ് ഈ വെറ്റിനറി കോളേജിൽ നടന്നത്. പക്ഷേ ആ രീതിയിൽ അത് ഫോക്കസ് ചെയ്യാൻ പറ്റായിക വരുന്നുണ്ട് എന്നുണ്ട്. കരുണാകരൻ്റെ ജീവിതകാലം അമ്പാടെ പിന്നീട് ഈ രാജൻ കേസിൽ. അല്ല, അതിൽ രസം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് വലിയ സംഭവമാണ്. ഇന്ന് സർവ്വസാധാരണമായി ആളുകൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ആളുകളും പ്രതികരിക്കണമല്ലോ. ഇല്ല, ആൾ പ്രതികരിക്കില്ല. ഇപ്പം എന്നിട്ട് പ്രതിപക്ഷം പോരാ, കോൺഗ്രസ് പ്രതികരിക്കണം എന്ന് പറയാൻ പറ്റുമോ? പാവപ്പെട്ട പിള്ളേർ തല്ലുകൊണ്ട് പട്ടികൾ തല്ലുകൊണ്ട് കാണുമ്പോൾ നമുക്ക് സഹിക്കണില്ല. അതുപോലെ 3 ദിവസമാണ് ആ കുട്ടീനെ നിരന്തരമായി പ്രതികരിക്കണില്ല. മറ്റൊരു പോരാന്ന് പറഞ്ഞ ഈ രമേശ് ചെന്നിത്തല എന്തെല്ലാം അഴിമതികളുടെ കഥ തെളിയിച്ചു. കോടതിയെ വരെ മാനിക്കാതിരിക്കുക. അല്ല, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല കുറച്ചും കൂടി മുന്നിൽ വരികയും അല്ലെ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും സംഭവിച്ച അദ്ദേഹം പ്രതിപക്ഷ നേതാവും അല്ലാതായി. അല്ല, അപ്പം ഞാൻ പറയുന്നത് കൊണ്ടുവരാതെ അല്ല, നമ്മുടെ ആളുകൾ എന്തോ ഒരു കോവിഡിന് ശേഷം പ്രതിരോധ ശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി പ്രതികരണ ശേഷി കുറഞ്ഞു മനുഷ്യന്. എന്തോ ആയിക്കോട്ടെ, അവർക്കിപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണില്ല. മതി, കക്കണൊരു തൊട്ടോട്ടെ, മറ്റൊരു ഒരു കൺസേൺ മറ്റുള്ളവരെ പറ്റിയില്ല. അത് ഭയങ്കര അപകടമല്ലേ? ആരെങ്കിലും രക്തം തിളക്കില്ലേ? അല്ല, അത് ഭയങ്കര അപകടമല്ലേ? അതന്നെ അപകടം. ഇവിടുത്തെ ഏറ്റവും വലിയ അപകടപ്പത മരവിച്ച മനുഷ്യ മനസ്സുകളായി മാറിക്കൊണ്ടിരിക്കുക. എന്തു വന്നാലും നമുക്കൊരു ആർദ്രതയില്ല, സിമ്പതിയില്ല, പ്രതിഷേധമില്ല, ശബ്ദമുയരണില്ല. അതാണ് സ്ഥിതി. അപ്പം എന്താ ചെയ്യുക? പക്ഷെ അതൊക്കെ നമ്മൾ ഒരു നെഗറ്റീവ് അപ്രോച്ച് പാടില്ലല്ലോ. അവസാനം നമുക്ക് അവസാനത്തിലേക്ക് പോകാം. അതെങ്കിലും ഈ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും കേരളത്തിൽ? അല്ല, കേരളത്തിൽ ഇപ്പോൾ സാധാരണഗതിക്ക് നല്ല ഫൈറ്റ് നടക്കുന്ന മണ്ഡലമുണ്ട്. സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന സ്ഥാനാർത്ഥികളിലുള്ളത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തും കേന്ദ്രത്തിലെയും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ UDFന് അനുകൂലമായ അന്തരീക്ഷമാണ്. പിന്നെ ഇതിനിടയ്ക്കുള്ള ഈ പ്രചരണപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അതിനെ ചെറുക്കാൻ നമ്മൾ തയ്യാറാവണം. നെഗറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്ന ആ ഘടകങ്ങളെ പോസിറ്റീവായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ, പിന്നെ ഈ മുരളീധരന് കൊടുത്ത സ്വീകരണത്തിൻ്റെ ആളുകളുടെ എണ്ണം മാത്രമല്ല, ആവേശം, രീതി, അവരുള്ള ഈ BJP നടത്തിയ ഈ കുതിരക്കച്ചവടത്തിനെതിരെയുള്ള രോഷപ്രകടനം കൂടിയാണ്. അതിനെ നമ്മൾ ആ നിലയിൽ കൊണ്ടുപോകാൻ പറ്റണം. ആ ടെമ്പോ നിലനിർത്തി കൊണ്ടുപോയാൽ ഓക്കെയാണ്. അല്ലാണ്ട് ഇനി തൊട്ടേന് മുഴുവൻ അവരെ ചീത്ത പറഞ്ഞിട്ട് അർത്ഥമില്ല. കുടുംബകലം ഉണ്ടാക്കിയതിന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആങ്ങളെയും പെങ്ങളെയും ഭിന്നിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ക്ലോസ് ചാപ്റ്റർ, ഒരു ദുഃഖകഥ അവിടെ നിന്നോട്ടെ ആയിക്കോട്ടെ. പക്ഷെ രാഷ്ട്രീയമായിട്ട് അത് നടത്തിയ ആളുകൾ അവരുടെ ഏകാധിപത്യ രീതി, അതിനെതിരെ ഉള്ള ഒരു ശക്തിപരനായിട്ട് കാണിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ ഇടതുപക്ഷമാണെങ്കിൽ ഒരു കാര്യത്തിലും നീതി ചെയ്യാതെ, ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ, തൊട്ടതിന് മുഴുവൻ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ഇഷ്ടം പോലെ ധിക്കാരപൂർവ്വം പെരുമാറും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഏതാണ്ട് കേരളീയർ ചികിത്താനും കടലിലും അടയ്ക്കണം. ആ ജനവികാരം ശരിക്കും നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നമ്മൾ വലിയ വിജയം. ഇത്രയും തിരക്കിനിടയിൽ നമ്മളുമായി സഹകരിച്ചതിന് നന്ദി.